കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5-ാം നിലയിൽ നവജാത ശിശുക്കളുടെ ICUവിന് മുമ്പിൽ പാമ്പിനെ കണ്ടെത്തിയത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ദിവസങ്ങൾക്ക് മുമ്പ് കാർഡിയോളജി വിഭാഗത്തിലെ വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. കാട് മൂടിയതും മാലിന്യം നിറഞ്ഞതുമായ ആശുപത്രി പരിസരം ശുചീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി. ഒറ്റനോട്ടത്തിൽ യാദൃശ്ചിക സംഭവമെന്ന് തോന്നാം. എന്നാൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തി പരിസരം പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. കാടുകയറി മാലിന്യം നിറഞ്ഞുകിടക്കുന്ന പരിസര പ്രദേശങ്ങൾ ചെറുതല്ലാത്ത ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5-ാം നിലയിൽ നവജാത ശിശുക്കളുടെ വാതിലിന് സമീപം പാമ്പിനെ കണ്ടത്. ICUവിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടികളുടെ കൂട്ടിരിപ്പുകാരാണ് പാമ്പിനെ കണ്ടത്. ഏറെ നേരം പരിഭ്രാന്തി. സുരക്ഷാ ജീവനക്കാരെത്തിയാണ് പാമ്പിനെ നീക്കം ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് കാർഡിയോളജി വിഭാഗത്തിലെ വാർഡിൽ നിന്നും പാമ്പിനെ പിടികൂടിയിരുന്നു. 2 മാസമായി പ്രിൻസിപ്പാളില്ല. പാമ്പുകൾ 5-ാം നിലയിലെ കുട്ടികളുടെ വാർഡ് വരെ പാമ്പ് എത്തിയിരിക്കുകയാണ്. എന്ത് ധൈര്യത്തിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ രോഗികൾ കിടക്കാൻ പറ്റുക? ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗത്തിൽ മൂർക്കം പാമ്പിനെയാണ് പിടികിട്ടിയത്. 5-ാം നിലയിലേക്ക് മുഴുവൻ വള്ളി പടർന്നു പിടിച്ചിട്ട് കാടുകൾ കയറി അതിലൂടെയാണ് പാമ്പുകൾ കയറുന്നത്. ആശുപത്രിയുടെ പരിസര പ്രദേശം കാടുകയറിയും മാലിന്യങ്ങൾ നിറഞ്ഞ നിലയിലുമാണ്. ശുചീകരിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും വേഗത്തിലുള്ള നടപടികൾ വേണമെന്ന് ആവശ്യം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ആര് സുരക്ഷ ഉറപ്പാക്കും? തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ വാർഡിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായി എത്തിയ സ്ത്രീക്ക് പാമ്പുകടിയേറ്റ സംഭവം പാഠമാകേണ്ടതായിരുന്നു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വിന്യാസത്തിലെ പ്രതിസന്ധി, ഇടയ്ക്കിടെ പണിമുടക്കുന്ന ലിഫ്റ്റ്, അനുബന്ധ സൗകര്യങ്ങളിലെ പരാധീനതകൾ, അടിയന്തര ഇടപെടൽ അനിവാര്യം. പറയുമ്പോൾ വലിയ ആശുപത്രിയും മെഡിക്കൽ കോളേജുമൊക്കെയാണ്. എന്നാൽ തീരാത്ത പരാധീനതകളും വെല്ലുവിളികളും. ആശുപത്രിക്ക് ചികിത്സ വേണം സർ. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ.